ഹായ് ഹലോ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് അരിയൊന്നും അരയ്ക്കാത്തൊരു ദോശയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഉഴുന്നൊന്നും ചേർക്കുന്നില്ല, അരിപ്പൊടി വെച്ചാണ് നമ്മൾ ദോശ തയ്യാറാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ ഇടിയപ്പം അപ്പമൊക്കെ ചുടുന്ന അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. ഒരു 3/4 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിനകത്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. അത് ഒരു അര പാത്രം എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടി. ഇത് ചോറ് എടുത്തിട്ടുണ്ട്. ചോറെന്ന് വെച്ചാൽ അത് നമ്മൾ മട്ടേരിയുടെ ചോറാണ് എടുത്തേക്കുന്നത്. വെള്ളേരി ചോറുണ്ടെങ്കിൽ അതായാലും മതി. കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾ തൈരാണ് ചേർക്കുന്നത്. തൈരെന്ന് വെച്ചാൽ പുളിക്ക് വേണ്ടിയാണ് ഞാൻ കുറച്ച് തൈര് ചേർക്കുന്നു. നമുക്ക് ആവശ്യമനുസരിച്ചുള്ള തൈര്. ഇനി ഇത് അരച്ചെടുക്കാൻ വെള്ളം ചേർക്കണം. വെള്ളം പരുവത്തിന്. സ്പൂൺ വെച്ചൊന്ന് ഇളക്കാം. ഇത്രയും നമ്മൾ ചേർത്താൽ മതി ഈ ദോശയ്ക്ക്. ഇതിനി കുറച്ചുകൂടെ വെള്ളം ചേർക്കാം. നല്ല ഇതായി കുറുകിയിട്ടുണ്ട്. ഒന്ന് അരച്ചെടുക്കാം. മാവെല്ലാം അരച്ചിട്ടുണ്ട്. നമുക്കിതിനകത്ത് ഒഴിച്ച് വയ്ക്കാം. ഇനി നമുക്ക് കുറച്ച് സോഡ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് അന്നേരം തന്നെ ചുട്ടെടുക്കാം. അധികം നേരം ഒന്നും വെച്ചേക്കണ്ട. സോഡയൊന്ന് യോജിപ്പിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചുട്ടെടുക്കാം. മാവെല്ലാം ഒന്ന് യോജിപ്പിച്ച് കഴിഞ്ഞ് ഇനി നമുക്കൊരു പാൻ അടുപ്പത്ത്, ഒരു ദോശത്തവ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ചുട്ടെടുക്കാം. ദോശ ചുടുന്ന തവ അടുപ്പ് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ച് എടുക്കാം. പിടിക്കാതിരിക്കാൻ വേണ്ടി ഇത് തുടച്ചു കൊടുക്കണം. ഒരു തുണി വെച്ചോ ഒരു ടിഷ്യൂ പേപ്പർ വെച്ചോ തുടച്ചു കൊടുക്കണം. നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇച്ചിരി വലിയ ദോശ ചുടുന്നത്. ഇനി നമ്മൾ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യെല്ലാം ഒഴിച്ചു കൊടുത്ത് ആവുന്നുണ്ട്. നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. തിരിച്ചെന്നിടാം. നമുക്കൊരു പാത്രത്തിലോട്ട് ഇടാം. ഇനി നമ്മൾ ചെയ്യുമ്പോഴും വെള്ളം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം. ഇത് തുണി വെച്ചാൽ ഇങ്ങനെ തൂത്ത് കൊടുക്കണം. മാവ് കോരി ഒഴിക്കണം. ഇച്ചിരി വലിപ്പത്തിൽ നമുക്ക് ചൂടാം. കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഓരോ ദോശ ഇങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചിടാം.
നമുക്കിങ്ങനെ മടക്കി വെച്ച് കുറച്ച് നെയ്യ് ഇങ്ങനെ എല്ലാത്തിനും കൊടുക്കാം. നെയ്യോ എണ്ണയോ ഇങ്ങനെ തടവി കൊടുക്കണം. ഇനി തിരിച്ചിടാം. ഇത് നമുക്ക് മടക്കി വയ്ക്കാം. ഇച്ചിരി എണ്ണ ഒഴിക്കുക. നെയ്യ് ഇങ്ങനെ തടവി കൊടുക്കണം. തിരിച്ചിടാം. ഒന്ന് മടക്കാം. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ട് വയ്ക്കാം. ഇതും കൂടെ നമുക്ക് ചെയ്യാം. നമുക്ക് ഇഷ്ടമനുസരിച്ച് സൈസ് ഒരു ദോശ ചുടാം. ചെറുത് വേണമെങ്കിൽ ചെറുത് ചൂടാം, വലുത് വേണമെങ്കിൽ വലുത് ചൂടാം. എങ്ങനെ വേണമെങ്കിലും നമുക്ക് ചുട്ടെടുക്കാം. സിമ്പിളാണത്. ഇങ്ങനെ മടക്കി ഇതിനകത്തിട്ട് വയ്ക്കും. നമ്മുടെ ദോശയെല്ലാം ചുട്ട് വെച്ച് അടിപൊളിയായിട്ട് അരിയൊന്നും അരയ്ക്കാതെ ഉഴുന്നൊന്നും ചേർക്കാത്ത ദോശയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ട്രെൻഡിങ് നിൽക്കുന്ന ഒരു റെസിപ്പീസാണ്. എല്ലാവർക്കും ഇതിങ്ങനെ തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അങ്ങനെ നമ്മുടെ ദോശയുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ പുതിയ പുതിയ വീഡിയോസായിട്ട് ഓരോ ദിവസങ്ങളായി വരാം. എല്ലാവരും വീടുകളിലും ട്രൈ ചെയ്ത് നോക്കണം. അരിയൊന്നും അരയ്ക്കണ്ട. അല്ലാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു ദോശയാണ്. എളുപ്പം. അതിന് വേണ്ട ചമ്മന്തി, ഞാനിവിടെ വെള്ള ചമ്മന്തിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കറികൾ ഉപയോഗിച്ച് വേണമെങ്കിലും കഴിക്കാം. ചമ്മന്തി വേണമെങ്കിൽ ചമ്മന്തി, അല്ലെങ്കിൽ കടല വേണമെങ്കിൽ എന്ത് കറി കൂട്ടിയും ഈ ദോശ കഴിക്കാം. ഓക്കെ, ബൈ. നാളെ വരാം. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യും.